നമ്മൾ നേരിട്ട് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം കണ്ടപ്പോഴുള്ള ആളുകളുടെ മനോഭാവം ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കാം. ആ മനോഭാവത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ വിഷയത്തിന്റെ ഹെഡിങ് ശ്രദ്ധിച്ചു വായിച്ച ആളുകൾക്ക് പല രൂപത്തിലുള്ള ചിന്തകളും വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് എപ്പോഴും എന്താണ് ഈ ഒരു സ്ത്രീപക്ഷമായിട്ടാണല്ലോ പലപ്പോഴും സംസാരിക്കുന്നത് എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ കുടുംബപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതി പുരുഷന്മാരാണെന്ന് തോന്നാനുള്ള സാധ്യതകളുണ്ട്. ഇത് വെച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മനസ്സ്, ഞങ്ങളെന്തോ അവഗണിക്കപ്പെടുന്നു, ഞങ്ങളെപ്പോഴും പീഡിപ്പിക്കപ്പെടുന്നു, എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും എന്താണ് നമ്മൾക്കാണല്ലോ ഉള്ളത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന ഒരു തോന്നൽ യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടുണ്ട്. അപ്പം അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ സന്ദർഭത്തിലും ഒരു ഗാർഡിയനായി, ഒരു രക്ഷിതാവായി സ്ത്രീക്കൊരു രക്ഷിതാവ് ഉണ്ടാവും. അതിപ്പോൾ വിവാഹം കഴിയുന്നത് വരെ വാപ്പയാണ്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞാൽ പിന്നുള്ളത് ആരാണ്? ഭർത്താവാണ്. ഇനിയിപ്പോൾ ഭർത്താവ് മരണപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ എന്താണ്, ബ്രദറോ സഹോദരനോ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ട്, ഇതിന് ഒരു രക്ഷിതാവ് ഉണ്ടാവും. അപ്പോൾ ഈ രക്ഷിതാവ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഒരു സ്ത്രീയുടെ കാര്യം ഏറ്റെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഈ പീസ് റേഡിയോയിൽ എഴുതി കിട്ടിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. അവിടെ പിന്നെ ഒരു 19 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 21 വയസ്സ് വരെ ഈ പിതാവിന്റെ സംരക്ഷണത്തിൽ ഇരിക്കുമ്പോൾ അവിടെ എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ആര് പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്? പിതാവ് പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ എനിക്ക് പിന്നെ ഇവിടെ എനിക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റണില്ല, എനിക്ക് ഭക്ഷണം കിട്ടണില്ല, എന്നെ കോളേജ് പറഞ്ഞയക്കണില്ല, എനിക്ക് അസുഖം വരുമ്പോൾ എന്നെ ചികിത്സിക്കണില്ല എന്ന് ഏതെങ്കിലും കുട്ടികൾ വാപ്പനെ കുറിച്ച് കംപ്ലൈന്റ് പറയാത്ത എന്തുകൊണ്ടാ വെച്ചാൽ വാപ്പ ആ ഉത്തരവാദിത്വം നിരുത്തരവാദിയല്ല, ഉത്തരവാദിത്തത്തോടു കൂടെ ആരും നിർവഹിക്കണമെന്നാണ്. ഇതേപോലെ വളരെ വിജയകരമായ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏതൊരു സ്ത്രീയും പറയാൻ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ വളരെ സന്തോഷത്തിലാണ്, എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ എല്ലാ കാര്യവും അയാൾ ഏറ്റെടുത്ത് ചെയ്യണു, ഈ വിവാഹത്തോടു കൂടെ ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്ക് എന്ത് ചെയ്തു തീർന്നു കിട്ടി എന്നാണ് എന്ത് ചെയ്യുക യഥാർത്ഥത്തിൽ അവർ പറയാം. അപ്പോൾ വിജയകരമായ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും പരാതികൾ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എവിടെയോ ഒരു ശ്രദ്ധക്കുറവ്, ഒരു ഉത്തരവാദിത്വ കുറവ് ആർക്ക് വരുന്നു? അതുകൊണ്ടാണ് ഈ ഹെഡിങ് പ്രസക്തമാകണത്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പരാതിക്കാരായി നമ്മുടെ പീസ് റേഡിയോയിൽ വരുന്ന ഫീഡ്ബാക്കുകളിലൊക്കെ സ്ത്രീകളാണുള്ളത്. ഇസ്ലാമികമായ പരിഹാരം തേടി എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഫീഡ്ബാക്ക് അയക്കാത്തത്? അവരെന്താണ് ചോദ്യം ചോദിക്കാത്തത്? മനസ്സിലായി? ഇപ്പൊ ഇന്ന് വന്ന ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാം. എത്ര പുരുഷന്മാർ അതിൽ ചോദ്യം അയച്ചിട്ടുണ്ട്? ഈ ലൈവിൽ എത്ര പുരുഷന്മാർ പങ്കെടുക്കുന്നുണ്ട് എന്നാലോചിച്ചാൽ എന്താണ്, അവർ വിചാരിച്ചാൽ അവർക്ക് സ്ത്രീകളെ മാനേജ് ചെയ്യാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും, അവർക്ക് കുടുംബപരമായ കുടുംബനാഥൻ അവരാകുന്നത് കൊണ്ട് അവർക്ക് മറ്റൊരാളോട് ഈ പ്രശ്നം പറയേണ്ടതില്ല, അവർക്ക് എല്ലാറ്റിനും പരിഹാരം കാണാനാവും. അപ്പോൾ ഒരു കുടുംബത്തിൽ പരാതികൾ ഉന്നയിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള യഥാർത്ഥ മാർഗം ഉത്തരവാദിത്തത്തോടു കൂടെ എന്ത് ചെയ്യുക, ഭർത്താക്കന്മാർ പെരുമാറുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെഡിങ്